വിസിറ്റ് ചെയ്ത് പുതിയതായിട്ട് വന്നേക്കുന്ന ബണ്ടിൽസിനകത്ത് കണ്ടൊരു കളക്ഷൻ ആട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ്. ഇതിനകത്ത് ബനാറസി വീവിങ് പാറ്റേൺ ആണ് വന്നേക്കുന്നത് ആൻഡ് ട്രഡീഷണൽ ആയിട്ടുള്ള ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. കണ്ടോ, ഫ്രണ്ട് പോർഷനിൽ നല്ല റിച്ച് ആൻഡ് എലിഗൻറ്റ് ഹെവി വർക്കാണ് വന്നിരിക്കുന്നത്. ബുള്ളിയൻ നോട്ട്സിൻ്റെയും ഫ്രഞ്ച് നോട്ടിൻ്റെയും കോമ്പിനേഷനാണ്. ഒത്തിരി ബ്രൈറ്റ് ആയിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മസ്റ്റേർഡിൻ്റെ തന്നെ ബ്രൈറ്ററും ലൈറ്ററും ആയിട്ടുള്ള കോമ്പിനേഷനും ഗ്രീൻ്റെ ഒലീവ് ഗ്രീൻ്റെ ഡാർക്കറും ലൈറ്ററും ആയിട്ടുള്ള കോമ്പിനേഷൻ. എന്നാൽ പോപ്പപ്സ് ആയിട്ട് അതിൻ്റെ ഇടയിലെല്ലാം തന്നെ റെഡിൻ്റെ കളർ ഷെയ്ഡ്സും വരുന്നുണ്ട്. ത്രൂ ഔട്ട് ദ ടോപ്പ് പ്ലെയിൻ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞ് വീവിങ് ബൂട്ടാസും, അതായത് ബനാറസി ഫാബ്രിക്കിൽ നമ്മൾ കാണാറുണ്ടല്ലോ വീവിങ് ബൂട്ടാസ്, അതുപോലത്തെ വീവിങ് ബൂട്ടാസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ. എനിക്ക് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആട്ടോ ഞാൻ പറഞ്ഞത്. ദുപ്പട്ടയും പവർ ലൂമിൽ ചെയ്ത് വന്നേക്കുന്ന ദുപ്പട്ടയാണ്. ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് ഇതുപോലത്തെ ജാൽ പാറ്റേൺസ് ആണ്. കൂട്ടത്തിൽ ആ ഫ്ലവേഴ്സിന്, ജാലിൻ്റെ ഇടയിലുള്ള ഓൾട്ടർനേറ്റ് ഫ്ലവേഴ്സിന് ഫ്രഞ്ച് നോട്ടിൻ്റെയും കാന്താ വർക്കിൻ്റെയും കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ടാസിൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ കോഡ് വന്നിരിക്കുന്നത് SBS 1339 എന്നാണ്. ആൻഡ് 3979 ആണ്. ഈ ഒരു പ്രീമിയം ലുക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു അൺസ്റ്റിച്ച് മെറ്റീരിയലിൻ്റെ പ്രൈസ് റേഞ്ച്. അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് കേട്ടോ. സെക്കൻഡ് വൺ വന്നേക്കുന്നത് ഇതാണ്. സെക്കൻഡ് വണ്ണിനകത്തും സിമിലർ തന്നെയാണ്, പക്ഷേ ആ ഹാൻഡ് വർക്കിൻ്റെ കളർ കോമ്പിനേഷൻസിനകത്തും ഇച്ചിരി വേരിയേഷൻസ് വന്നിട്ടുണ്ട്. സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് വന്നേക്കുന്നത്. കോഡും ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം. കോഡ് വന്നേക്കുന്നത് SBS 1338. നമ്മൾ 9 ആയിരുന്നു കണ്ടത്, ഇത് 8 ആണ് വന്നേക്കുന്നത്. യോക്ക് പോർഷൻ, അതായത് സെൻട്രൽ യോക്ക് പോർഷനിൽ എംബ്രോയിഡറി വർക്ക്സ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇതുണ്ടോ, ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. ഇപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പം ഒത്തിരി ബ്രൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടമില്ലാത്തവർക്ക് എന്നാൽ ബ്രൈറ്റർ ലുക്കിൽ വന്നിരിക്കുന്ന വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്, സാരിയല്ല ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. ആൻഡ് ബോഡിയിൽ ഫുള്ളായിട്ട് സ്കാറ്റേർഡ് ലുക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ബോർഡർ ഡീറ്റെയിലിങ്ങിലാണ് എൻ്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. വൺ സൈഡഡ് ബോർഡറും സ്കാറ്റേർഡ് ആയിട്ടുള്ള ലുക്കും. ഇതാണ് എൻ്റെ 2 സൽവാർ സെറ്റ്സ്. അപ്പം ഈ 2 എണ്ണത്തിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് ഉറപ്പായിട്ടും പറയണം. ഇത് രണ്ടുമാണ് എൻ്റെ യോക്കിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത് കണ്ടോ. അപ്പം ഈ 2 കളക്ഷൻസും 3979 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. SBS 1338 ആൻഡ് 1339. കാന്തയുടെ ഒക്കെ ഒരു വീവിങ് സ്റ്റൈൽ നമ്മൾ കോട്ടൺസിലും ചന്തേരിയിലും ഒക്കെ ആയിരിക്കും ഒത്തിരി കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്, ഓർഗൻസയ്ക്കകത്ത് ഡിജിറ്റൽ പ്രിന്റ് കൊടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്ത് ഹാൻഡ് കാന്ത കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കാണ് ഒരു ഔട്ട്ലൈൻ. അതിൻ്റെ കൂടെ തന്നെ ഫ്രഞ്ച് നോട്ട്, നമ്മൾ യൂഷ്വലി കാണുന്ന സ്റ്റിച്ചസിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ, അകത്ത് വരുന്ന ഡീറ്റെയിൽ എന്താണെന്ന് നോക്കാം കേട്ടോ. അതിന് നല്ല റിച്ച് ആയിട്ട് നിൽക്കുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. നമുക്കൊരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ. ആൻഡ് 4 കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത്. ലാവൻഡർ ആൻഡ് ഗ്രേ, ലൈറ്റ് ഓറഞ്ച് ആൻഡ് ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷൻ, ടീൽ ഗ്രീൻ ആട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ നോക്കാം. ഫസ്റ്റ് ഞാൻ എടുക്കുന്ന ഈ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഓക്കെ, ടോപ്പിൻ്റെ എൻഡിലായിട്ടാണ് നമുക്ക് ആ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് വരുന്നത്. അത്യാവശ്യം ബിഗ് ആയിട്ടുള്ള ഒരു മോട്ടീവ്, ഒരു ബഞ്ചസ് ഓഫ് ഫ്ലവേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ട് മൾട്ടി കളർ ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു ലുക്കിനെ ഹാൻഡ് കാന്ത വെച്ച് ഹൈലൈറ്റ് ചെയ്തേക്കാണ്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട മൾട്ടി യൂസിന് പറ്റുന്ന ദുപ്പട്ട ആട്ടോ. ഈ ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വരുമ്പോഴത്തേനും ആക്ച്വലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു ടിൻറ്റ് ഓറഞ്ചിൻ്റെ വരുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഗോൾഡൻ യെല്ലോ ടിൻ്റാണ് കൂടുതലും ഫീൽ ചെയ്യുന്നത്. ഇതിനകത്ത് സ്ട്രൈപ്സ് ആയിട്ട് ടിഷ്യൂൻ്റെ ഒരു വീവിങ് സ്റ്റൈലാട്ടോ പോയേക്കുന്നത്. നല്ല റിച്ച് ആയിട്ട് നിൽക്കുന്ന ദുപ്പട്ട. ആൻഡ് ആഞ്ചൽ പോർഷനിൽ സെയിം ഇതേപോലെ തന്നെ മോട്ടീഫ്, ആ ഒരു ടോപ്പിൽ വരുന്ന സെയിം മോട്ടീഫ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനെയും ഹാൻഡ് കാന്ത വെച്ച് ഹൈലൈറ്റ് ചെയ്തേക്കാണ്. ബോർഡറിലും സെയിം ആ ഒരു ലുക്കാട്ടോ കൊണ്ടുവന്നേക്കുന്നത്. സെറ്റൂണിൽ വന്നേക്കുന്ന ബോട്ടം, ഇതാണ് ലുക്ക് വരുന്ന നല്ല റിച്ച് ആയിട്ട് നിൽക്കുന്ന കളക്ഷൻ. നമുക്ക് ഒരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ലാവൻഡർ ഷെയ്ഡ്, ഇതിനകത്തും സെയിം ആ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ആൻഡ് സെൽഫ് പ്രിന്റ് ലുക്ക് ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ പ്ലേസ് ചെയ്തേക്കാണ്. ഒരു 6 ആക്ക് പാറ്റേണിൽ വരുന്ന ഒരു സെൽഫ് പ്രിന്റ് ലുക്ക്. ഇതൊരു വൈഡ് വി ഒക്കെ കൊടുത്ത് സ്റ്റൈൽ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വൈഡ് വി, വൈഡ് നെക്കോ അല്ല ക്ലോസ് ആണെങ്കിലും ക്ലോസ് ടൈപ്പ് പ്രിഫർ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് ഹൈ നെക്ക് പാറ്റേണിൽ വരുന്ന പോട്ട്ലീൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്ത് നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ദുപ്പട്ട ഇതാണോ ആഞ്ചൽ പോർഷനിൽ വരുന്ന വർക്ക് ഡീറ്റെയിലിംഗ്.
സെറ്റൂളിൽ വന്നേക്കുന്ന ബോട്ടം. നമ്മുടെ ഗോൾഡനിൽ ആ ഒരു ടിഷ്യൂവിൻ്റെ സ്ട്രൈപ്സ് പാറ്റേൺ വന്നപ്പോൾ ഒത്തിരി അങ്ങനെ അറിയാൻ പറ്റുന്നില്ലായിരുന്നു, ഫുള്ള് ഗോൾഡൻ ആയതുകൊണ്ട്. ഇതിനകത്ത് പെട്ടെന്ന് അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ആ ഒരു ഇത് സ്ട്രൈപ്സ് ആയിട്ട് പാസ് ചെയ്ത് പോകുന്ന ആ ടിഷ്യൂവിൻ്റെ ആ ഒരു ലുക്ക്. നെക്സ്റ്റ് വന്നേക്കുന്ന ഗ്രേ കേട്ടോ, ദുപ്പട്ടയുടെ ലുക്ക് വരുന്ന. ബോർഡറിലും സെയിം ആ ഒരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ് ആണ് പ്രിന്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഓൾട്ടർനേറ്റീവായിട്ട് കാന്തയുടെ ഹൈലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സെറ്റൂളിൽ തന്നെ വന്നേക്കുന്ന ബോട്ടം. നമ്മളെ ഫൈനൽ കളറിൽ എത്തിയിട്ടുണ്ട്, ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡ് കേട്ടോ ലുക്ക് വരുന്ന. ദുപ്പട്ട ഇതിനകത്തൊരു ഷെയ്ഡഡ് എഫക്റ്റ് വരുന്നുണ്ട്. ബോർഡറിലോട്ട് വരുമ്പോഴത്തേനും കുറച്ചൊരു ഡാർക്കർ ടിൻറ്റും സെൻറ്റർ പോർഷനിൽ കുറച്ചൊരു ലൈറ്റർ ടിൻറ്റുമാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ നല്ല രസമുള്ള ടാസിൽസും ആണ് അറ്റാച്ച് ചെയ്തേക്കുന്ന. ആ ഒരു മൾട്ടി ഷെയ്ഡഡ് കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ടാസിൽസ് സെറ്റുകളിൽ തന്നെ വന്നേക്കുന്ന ബോട്ടം. ഇതിൻ്റെ കോഡ് വരുന്നത് VAN 147, പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 2719. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഈ ഒരു വീഡിയോന് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. കാഷ്വൽ ലുക്ക്, എന്നാൽ നമുക്കൊരു സെമി ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്സിൻ്റെ ലുക്ക്. നല്ല കുറച്ച് കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത്. ബ്ലൂ ആൻഡ് ലെമൺ യെല്ലോ ഷെയ്ഡ് ആൻഡ് പിങ്ക്. ഞാൻ വെയർ ചെയ്തേക്കുന്ന ഒരു ലാവൻഡർ ഷെയ്ഡ്. ഇതിൻ്റെ യോക്ക് പോർഷൻ വരെയാണ് ആ ഒരു ഹൈലൈറ്റിങ് വന്നേക്കുന്നത്. ആ ഒരു കളർ ഇപ്പോൾ ലാവൻഡറിലാണെങ്കിൽ ആ ഒരു കളർ ഷെയ്ഡിൽ വന്നേക്കുന്ന ത്രെഡ്സും കട്ട് ബീഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് വർക്കിൽ ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു മോട്ടീഫാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. സ്കാറ്ററായിട്ട് പ്ലേസ് ചെയ്തേക്കുന്ന ഒരു ലുക്ക്. ആൻഡ് സ്ലീവിൻ്റെ പോർഷനിലും സെയിം ആ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ആട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്ക് ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്ലിറ്റർ ലുക്കിൽ വന്നേക്കുന്ന കളക്ഷൻ വിത്ത് ലൈനിങ്ങോടെയാണ് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. സെൻറ്ററിലായിട്ട് ഒരു പോട്ട്ലിയുടെ ഒരു ഡീറ്റെയിലിംഗ് കൂടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കളറും കൂടി നോക്കാം കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു പിങ്ക് ഷെയ്ഡ്, മോവിലോട്ട് പോകുന്ന ഒരു പിങ്ക് ടോണാണ്. ഇതിനകത്തും 3/4 സ്ലീവാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അതിനകത്ത് സ്ലീവിൻ്റെ പോർഷനിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് ഡീറ്റെയിലിംഗ്, ലോങ് ഹാർട്ടി സ്റ്റിച്ച് ഹാൻഡിൽ ഫിനിഷ് ചെയ്തേക്കുന്ന വർക്ക് ഡീറ്റെയിലിംഗ് ആണ്. നെക്സ്റ്റ് വന്നേക്കുന്നത് ലെമൺ യെല്ലോ ഷെയ്ഡ്. ആൻഡ് ഫൈനലി വന്നേക്കുന്ന ഈ ഒരു ബ്ലൂ ഷെയ്ഡ്. ഇത് വീവിങ് സ്റ്റൈലിൽ തന്നെ ബോഡിയിൽ ത്രൂ ഔട്ട് ഒരു ചെക്ക് പാറ്റേണിലുള്ള ഒരു വീവിങ് സ്റ്റൈലാണ് പാസ് ചെയ്ത് പോകുന്നത്. നമുക്കൊരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ബ്ലാക്കിനേക്കാളും നമുക്ക് ക്രീം ഷെയ്ഡിലുള്ള ബോട്ടംസിൻ്റെ കൂടെ ഈസി ആയിട്ട് പെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ കോഡ് വരുന്ന YAS 129, പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1799. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും.